അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനുള്ള ഒരു അത്ഭുത ദിക്റിനെ കുറിച്ചിട്ടാണ് ട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ട്ടോ. ആദ്യമായി എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൺ അനാബിൾ ചെയ്തു വച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അലട്ടുമ്പോൾ, വിഷമങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ രോഗങ്ങൾ വരുമ്പോൾ, കടങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുമ്പോഴെല്ലാം നാം ജീവിതത്തിൽ പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാനായിട്ടും നോക്കാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും വല്ല വിഷമങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, കടങ്ങൾ വരുമ്പോൾ എല്ലാം നിങ്ങൾ ഈ ദിക്ർ പതിവാക്കുക. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന അതിമഹത്തമായ ഒരു ദിക്റാണ് ഇത്. ഇത് നാം പതിവാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അത്ഭുതമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റും കൂടിയാണ് ഇത്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വായിൽ കിടന്നപ്പോൾ ചൊല്ലിയ ഒരു ദിക്റും കൂടിയാണ് ഇത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത്. ഈ ദിക്ർ നാം ചൊല്ലിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, കടങ്ങൾ കൊണ്ട് വലയുന്നവര്, ഒരുപാട് കടങ്ങൾ കൊണ്ട് വീട്ടാൻ കഴിയാത്തവര്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര്, രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കൊക്കെ അവർക്കെല്ലാം ദിവസവും 3 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണ്. നമുക്ക് അതിലും കൂടുതൽ ദിക്റുകൾ ചൊല്ലാവുന്നതുമാണ്. എത്ര വലിയ പ്രയാസമാണെങ്കിലും നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രയാസങ്ങളൊക്കെ മാറും ഈ ദിക്റിന്റെ മഹത്വം കൊണ്ടിട്ട്. നല്ല സന്തോഷമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മുഹിബീങ്ങളെ, എല്ലാവരും ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നാം ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ.